എല്ലാവർക്കും നമസ്കാരം. ചാറ്റിലേക്ക് സ്വാഗതം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Two of Swords, Moon card, Hanged Man energy, Knight of Swords, Six of Cups, Six of Pentacles. Okay. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ 2 of Swords and 6 of Cups എനർജിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എടുക്കാനുള്ള ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. ഫാമിലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള തീരുമാനമാണ്. ചില ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ വിദേശത്തേക്കൊക്കെ ജോലിയുമായിട്ട് ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ കുട്ടികളെ നാട്ടിലാക്കിയിട്ട് പോവുകയോ ബോർഡിങ്ങിലാക്കിയിട്ട് പോവുക, അല്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് ഒരു പക്ഷെ അകന്നു നിൽക്കേണ്ടി വരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകണമോ, എങ്ങനെ ഒരു തീരുമാനം എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നുകിൽ ഫാമിലിയായിട്ട് അകന്നു നിൽക്കേണ്ടി വരുന്ന സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട് ജോലി സംബന്ധമായിട്ട്. അതല്ല എങ്കിൽ കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ കുട്ടിയുമായിട്ട് കൂടെ നിൽക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്ന, അതിന് വേണ്ടിയിട്ട് ഒത്തിരി അമിതമായിട്ട് പ്രയത്നിക്കേണ്ടി വരികയും സാഹചര്യം വളരെയധികം ബുദ്ധിമുട്ടിൽ, അതായത് നിങ്ങൾക്ക് ഒത്തിരി ക്ഷീണിതരാവുന്ന സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. കാരണം എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യവും മറ്റുമൊക്കെ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം മനസ്സ് വളരെയധികം ബാധിക്കുന്ന തരത്തിൽ, പക്ഷെ ആ ഒരു തീരുമാനം നിങ്ങളുടെയും കുട്ടികളുടെയും നല്ലതിനു വേണ്ടി എടുത്തേ പറ്റൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു തീരുമാനം വളരെ പെട്ടെന്ന് എടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനും കൂടിയിട്ടാണ് ഇവിടെ അധികം വൈകിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അതൊരു സങ്കടകരമായിട്ടുള്ള തീരുമാനമാണെങ്കിൽ നിങ്ങളുടെയും കുട്ടികളുടെയും ഭാവി നല്ല രീതിയിൽ മുൻനിർത്തി പറയുകയാണെങ്കിൽ നല്ല രീതിയിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു തീരുമാനമാണ്. താൽക്കാലികമായിട്ടുള്ളൊരു സങ്കടമെങ്കിൽ കൂടിയും എന്നുള്ളൊരു സിറ്റുവേഷൻ ആവാം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തെങ്കിലും കാര്യങ്ങളാണ് കുട്ടികളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു പ്രധാനപ്പെട്ട തീരുമാനം എന്നിരുന്നാലും എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പ്രായമായിട്ടുള്ളവരാണെങ്കിലും അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള നിങ്ങളുടെ ബന്ധത്തെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുപ്പത്തെ നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നതിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനമാവാം. പ്രായമായിട്ടുള്ള മക്കളൊക്കെ ഉള്ളവരാണ് എങ്കിൽ ഒരുപക്ഷെ മക്കൾ വിദേശത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം, പഠിക്കാൻ വേണ്ടിയിട്ടോ എന്തിനോ മാറി നിൽക്കുന്ന ഒരു സാഹചര്യവും ആവാം ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ നൈറ്റ് ഓഫ് സോർഡ്സ് ആൻഡ് മൂൺ എനർജിയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ വ്യക്തത ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു വ്യക്തത എന്ന് പറയുന്നത് ചില ആളുകളുടെ സ്വഭാവത്തിലായിരിക്കാം. നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ ചില ആളുകളെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, അവരെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടാവും, വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള വ്യക്തികളായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് എന്തുകൊണ്ടോ അമിതമായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം എടുക്കുന്നു, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ചില പ്രവൃത്തികളിൽ താല്പര്യമില്ലായിരിക്കാം. അപ്പോൾ അവരെ വിശ്വസിച്ച് കൂടെ എടുക്കാമോ എന്നുള്ള കാര്യത്തിൽ സംശയം തോന്നിയേക്കാം. എന്തോ ഒരു ചില ബന്ധങ്ങളിൽ ചില ആളുകളിലുള്ള നിങ്ങളുടെ സംശയം ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലേക്കുള്ളൊരു സാഹചര്യം കാണിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളെ മുതലെടുക്കാണോ എന്നുള്ളൊരു തോന്നലും അതിനൊക്കെ ഒരു വ്യക്തത കിട്ടുന്നൊരു മാസമായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ മുതലെടുക്കുന്ന ആളുകൾ, മറ്റുള്ളവർ നിങ്ങളെ മുതലെടുക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുകയും അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോലി സംബന്ധമായിട്ട് ജോലിയിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അമിതമായിട്ട് ജോലി ചെയ്യേണ്ടി വരിക, മറ്റുള്ളവരുടെ ജോലി കൂടി നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം, ഇങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ മാറി മറിയുന്ന, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തുറന്ന് സംസാരിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ നിങ്ങൾ തുടങ്ങിയ സമയത്തൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം എന്നുള്ള രീതി ചെയ്തു കൊടുത്തത് അത് പിന്നെ നിങ്ങളുടെ തലയിലാവുകയും പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. ഇതൊക്കെ നിങ്ങളുടെ ജോലിയെയും അതേപോലെ നിങ്ങളുടെ മാനസികാരോഗ്യത്തെയും ബാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ
നിങ്ങൾ തുറന്ന് സംസാരിക്കുക, നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും മറ്റും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ മൂൺ എനർജി ആൻഡ് 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കുടുംബ സ്വത്ത് ഭാഗം വയ്ക്കുക, അല്ലെങ്കിൽ ചില ആളുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന കാര്യങ്ങളിപ്പോൾ ഫാമിലിയിൽ സാമ്പത്തിക പ്രതിസന്ധി, അതായത് കുടുംബത്തിൽ ചിലപ്പോൾ അച്ഛനമ്മമാരെ മറ്റുള്ളവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട മക്കൾക്കായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥലമോ കാര്യങ്ങളൊക്കെ വിൽക്കാനായിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ടാവാം. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളോ, അല്ലെങ്കിൽ പാർഷ്യാലിറ്റി, ഫാമിലിയിൽ ഒരു പക്ഷാഭേദം കാണിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉള്ളതായിട്ടുള്ളവരുടെ ഫാമിലി ആണെങ്കിൽ നിങ്ങളത് തുറന്ന് സംസാരിക്കുക. നിങ്ങളുടെ ഭാഗം നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചില ആളുകൾ ധനസഹായം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ചെറിയൊരു സഹായം എന്നുള്ള രീതിയിൽ കുറച്ചെന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന അർഹതപ്പെട്ടത് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള സ്വത്തോ കാര്യങ്ങളോ അതൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചർച്ച, സ്വത്ത് വകകളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഒരു പക്ഷാഭേദമില്ലാത്ത രീതിയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു സിറ്റുവേഷനൊക്കെ സംസാരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇവിടെ, അത് സാധ്യമാകുന്നുണ്ട്. അതേപോലെ മാത്രമല്ല നിങ്ങൾക്ക് കുറച്ചെന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ടുള്ള സഹായം ലഭിക്കുന്ന തരത്തിൽ ഭാഗം വയ്ക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുറച്ചെന്തെങ്കിലും നിങ്ങളുടെ പേരിലേക്ക് എഴുതി കിട്ടുന്നു, അങ്ങനത്തെയൊക്കെയുള്ളൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു മാസത്തിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം ഒരു സഹായമായിട്ട് കാണുന്നുണ്ട്. ലോണിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്കും അതുപോലത്തെ സാഹചര്യങ്ങൾ തന്നെയാണ്, ലോണിന് സാധ്യതകൾ കാണുന്നുണ്ട്. പിന്നെ ചില ആളുകൾക്ക് റെക്കമെൻഡേഷൻ, അല്ലെങ്കിൽ പൊളിറ്റിക്സിലൊക്കെ ഉള്ള ആളുകൾ, രാഷ്ട്രീയത്തിലോ മറ്റു തലത്തിലോ ഒക്കെയുള്ള ആളുകൾ, പിടിപാടുള്ള ആളുകളുടെ അവരുടെ ഒരു സഹായത്തോടു കൂടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ധനസഹായം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. പിന്നെ ഹാങ്ഡ് മാൻ എനർജി ആൻഡ് 6 ഓഫ് കപ്സ് എനർജിയാണ്. ചിലവരെ സംബന്ധിച്ച് ഈ ഒരു മാസം എല്ലാവരും കൂടിയുള്ളൊരു ഒത്തുചേരൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ സുഹൃത്തുക്കൾ തമ്മിൽ സ്കൂൾ കോളേജ് റീയൂണിയൻ കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നുണ്ട് ഈ ഒരു മാസത്തിൽ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഒത്തിരി ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒത്തിരി എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിയ, നിങ്ങൾ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോക്കം എന്ന് പറയുന്ന പോലെ ഒരു ബാല്യത്തിലേക്ക് ഒരു റീകണക്ഷൻ സൂചിപ്പിക്കുന്നുണ്ട്. പഴയ കാലത്തിൽ, അതായത് നിങ്ങളുടെ ബാല്യത്തിലോ മറ്റോ നിങ്ങളുടെ സൗഹൃദങ്ങൾ തമ്മിൽ ഊട്ടി ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നൊസ്റ്റാൾജിയ എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കഴിഞ്ഞുപോയ കാലത്തിൽ ചില ആളുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലല്ല പിരിഞ്ഞിട്ടുള്ളത് എങ്കിൽ അങ്ങനെയുള്ള ആളുകൾ തമ്മിൽ നിങ്ങൾ സംസാരിക്കാനും അവരോട് പഴയ പിണക്കങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ മൂൺ ആൻഡ് 6 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ആ ഒരു എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി തരുന്നത്, ഒരു വ്യക്തത ജീവിതത്തിലുണ്ടാകുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു മനസ്സിന് കുറച്ചധികം നാളായിട്ട് എവിടെയോ മനസ്സിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്നുണ്ട്, തൃപ്തിയാകുന്നു എന്നുള്ളൊരു കാര്യം വളരെ മനസ്സിന് തൃപ്തി തരുന്ന ഒരു മാസമായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു മൂൺ കാർഡ് ആൻഡ് നൈറ്റ് ഓഫ് സോർട്സ് എനർജിയാണ്. പെട്ടെന്ന് ധൃതി പിടിച്ചിട്ട് ചില കാര്യങ്ങളിലൊക്കെ ചെന്ന്, അല്ലെ ധൃതിയുടെ പുറത്ത് പെട്ടെന്ന് ധൃതി പിടിച്ച് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ധൃതി പിടിച്ച് ഒന്നും ചെയ്യാതിരിക്കുക. എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ വരികയാണ്, അഥവാ ഇത് പെട്ടെന്ന് ചെയ്യണം, ഇതിപ്പോൾ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വരികയാണ് എങ്കിൽ വ്യക്തമായിട്ട് നോക്കിയിട്ട് മാത്രം ചെയ്യുക. പെട്ടെന്ന് ധൃതിയുടെ പുറത്ത് കണ്ണടച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ സൈൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൃതി പിടിച്ചിട്ട് ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്നാൽ പെട്ടെന്ന് സൈൻ ചെയ്ത് കൊടുക്കാതിരിക്കുക. എത്ര ധൃതിയാണെങ്കിലും അത് നോക്കിയിട്ട് ആലോചിച്ച് വായിച്ചൊക്കെ പിടിച്ചിട്ട്, പ്രത്യേകിച്ച് ലീഗൽ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പില്ല എങ്കിൽ, എത്ര വിശ്വാസമുള്ള ആളാണെങ്കിലും ഉറപ്പില്ല എങ്കിൽ അതിനനുസരിച്ചിട്ട് ലീഗലായിട്ട് അറിയുന്ന ആളെ നോക്കി കാണിച്ച് സംസാരിച്ചതിന് ശേഷം മാത്രം ഒപ്പിടുക. ധൃതിയുടെ പുറത്തൊരാൾ കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്കല്ല ധൃതി, അവർക്കാണ് ധൃതി. അപ്പോൾ അത് നേരത്തെ ചെയ്യേണ്ടിരുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്കതിൽ ബാധ്യതയില്ല. നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയറാക്കുക.
ഒരിടത്തും അനാവശ്യമായിട്ട് വായിച്ചു നോക്കാതെ ഒപ്പിടാതിരിക്കുക എടുത്തു പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.